ഇന്ന് നടക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിലെ കപ്പ് പൊക്കാൻ പോകുന്ന മെസ്സിക്ക് സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ നിന്ന് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന പെയിന്റിങ്. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇതേ മഴയൊക്കെ പെയ്ത് നമ്മുടെ പാടമൊക്കെ ഇപ്പോൾ നോക്കി നല്ല പച്ചപ്പായിട്ടിരിക്കുകയാണ്. നമ്മുടെ അപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കിയായിരുന്ന വില്ലേജിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ, അതൊക്കെ വെള്ളം മൂടിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് നമ്മളിത് വേൾഡ് കപ്പായിട്ട് എന്തേ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കോണ്ടന്റ് ഒന്നും വന്നില്ലെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു അർജൻറ്റീന ഫാറ്റ് ബോയ് ആണ്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഫൈനലിലേക്ക് എത്തിയേക്കാണ്, അർജൻറ്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല വിശ്വാസമുണ്ട് അർജൻറ്റീന തന്നെ ഇതേ രണ്ടാമത് കപ്പും പൊക്കും. മെസ്സിക്കുട്ടൻ 2 കപ്പും അപ്പുറം കെട്ടിപ്പിടിച്ച് ആ ബെഡിൽ കിടക്കുന്ന ഫോട്ടോ വരാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ നമ്മുടെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചപ്പോഴാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. എന്താ സംഭവം എന്നറിയോ? അപ്പോൾ അതെ, നമ്മുടെ കോണ്ടന്റ് എന്താണെന്ന് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും ഒന്ന് പിടികിട്ടിട്ടുണ്ടാവും. ദേ നമ്മൾ പടം വരയ്ക്കുമ്പോൾ ക്യാൻവാസ് വയ്ക്കുന്ന സ്റ്റാൻഡാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പടം വരയ്ക്കാൻ പോവാണിത്. അപ്പോൾ പടമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വെറൊരു പേപ്പറിലല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ്ങിനുള്ള ക്യാൻവാസ് ആണ് ഇത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആഹാ, സംഭവം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി മഴയൊക്കെ തോർന്നിരിക്കണം പാടത്ത് നമ്മളൊരു പടം വരയ്ക്കാൻ പോവാണ്. പക്ഷെ പടം വരയ്ക്കുന്നത് പേപ്പറിലല്ല, കേക്കിലാണ് നമ്മളിത് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്ന ക്യാൻവാസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സാധാരണ ഒരു ക്യാൻവാസ് അല്ല. ഇതിൽ ഒരു കുഴിവുണ്ട്. ഈ കാണുന്ന കുഴിവിൽ കേക്ക് വെച്ച് ക്രീം വെച്ചാണ് നമ്മളിന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വേൾഡ് കപ്പ് സ്പെഷ്യൽ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫ്രണ്ട് മച്ചാനെ, പണികൾ തുടങ്ങിയാലോ? അപ്പോൾ ഇത് തുടങ്ങാണ് നമ്മൾ. അപ്പം മച്ചാന്മാരെ, ഇനി നമ്മളുടെ ഈ ഒരു ക്യാൻവാസ് ഫില്ല് ചെയ്യാനുള്ള കേക്ക് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ കേക്ക് സ്പഞ്ച് നമ്മളിത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വാനില കേക്കിൻ്റെ സ്പഞ്ചാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ ക്യാൻവാസ് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് സ്പഞ്ചിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. വേറെ ഒന്നുമില്ല, ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റുകയാണേ, അല്ലെങ്കിൽ നമ്മൾ കേക്ക് തിന്നുന്ന സമയത്ത് ഈ പേപ്പറും കൂടി വയറിൻ്റെ ഉള്ളിലേക്ക് പോകും. അതില്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ പേപ്പർ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബട്ടർ പേപ്പർ ഇട്ടാകുന്നത് നമ്മൾ മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ. ഇനി നമ്മൾ ഇത് നമ്മുടെ കേക്കിൻ്റെ മോൾ ഭാഗം ചെത്തിക്കളയാൻ പോവുകയാണ്. അതും ഈ മൂർച്ചയുള്ള കത്തി കൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മൂർച്ചയുള്ള കത്തി വയ്ക്കുന്നു. നേരെ നമ്മുടെ കേക്കിൻ്റെ ഈ ടോപ്പ് പോർഷൻ നമ്മൾ തൽക്കാലം കൂടെ അരിഞ്ഞ് മാറ്റുകയാണേ. ഇത് നമുക്ക് ആവശ്യം ഇല്ല നമ്മുടെ ഈ ഒരു വർക്കിന്, അതുകൊണ്ടാണ്. പക്ഷേ ഇത് നമ്മൾ വേസ്റ്റ് ആക്കില്ല, നമ്മൾ തന്നെ മടക്കി ക്രീമൊക്കെ തേച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഈ ഒരു ലെയർ ഇങ്ങനെ ചെത്തുന്നു, ഇങ്ങനെ എടുക്കുന്നു, വേറൊരു പെട്ടിയിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം നമുക്കിത്. അപ്പോൾ അതിങ്ങനെ ഓരോ കേക്കുകളായിട്ട് എടുത്ത് നമ്മളിതിൻ്റെ മോൾ ഭാഗം ചെത്തി സെറ്റാക്കി എടുക്കാൻ പോവാണേ. ഏകദേശം ഒരു 2.5x2 എന്ന് പറയുന്ന കണക്കിലാണ് നമ്മൾ ഈ കേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 6 കേക്കിൻ്റെ സ്പഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ക്യാൻവാസിലേക്ക് നമ്മുടെ കേക്ക് സ്പഞ്ചിൽ ഒട്ടിക്കുന്ന പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻവാസിലേക്ക് ആദ്യം നമ്മുടെ ക്രീം അടിച്ച് ഇത് ഒട്ടിക്കാൻ പാകത്തിന് ക്രീം സെറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ക്രീം ഒരു ലെയർ നമ്മളിവിടെ അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സ്പഞ്ച് ഇവിടേക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ സ്പാച്ച് വെച്ച് എല്ലാം അവിടെ നമ്മളിത് തേച്ച് ഒട്ടിക്കുകയാണ്, അല്ല തേമ്പി എത്തിക്കുകയാണ്. ഇടയ്ക്കൊക്കെ പറയുന്നത് മറിപ്പുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ക്രീം തേമ്പൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്യാൻവാസിലേക്ക് ഇനി നമ്മുടെ കേക്ക് നമ്മൾ ഒട്ടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കേക്ക് പീസിനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് നമ്മുടെ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മളത് സെറ്റ് ചെയ്യാൻ പോവാണേ. ഓക്കെ കണ്ട, ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്പഞ്ച് നമ്മളിത് നമുക്ക് മൊത്തം സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടാ. അപ്പോൾ നമ്മുടെ അടുത്ത സ്പഞ്ച് എടുക്കുന്നു, നേരെ വെച്ച് കൊടുക്കുന്നു, അടുത്തത് എടുക്കുന്നു, ഇതേപോലെ തന്നെ നമ്മൾ വെച്ച് അമർത്തി കൊടുക്കുന്നു. അപ്പോൾ ഇത് മൊത്തം നമുക്കിതേപോലെ നമ്മുടെ സ്പഞ്ച് വെച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നോക്കി, നമ്മളുടെ സ്പഞ്ചൊക്കെ വെച്ച് നമ്മളിനി നമ്മുടെ ക്യാൻവാസ് റെഡിയാക്കാനുള്ള പരിപാടിയാണേ. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് മൊത്തം നമ്മൾ ക്രീം അടിച്ച് ഫുള്ളൊന്ന് ലെവലാക്കി എടുക്കുകയാണേ. എന്നാലേ നമ്മൾ ബാക്കി വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് ഫിനിഷ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി
നമ്മുടെ ക്രീം മൊത്തം നമ്മൾ ലെവലാക്കി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ പണ്ട് പടം വരയ്ക്കാൻ നോക്കി പാടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേക്കിൽ നമ്മളിങ്ങനെ പടം വരയ്ക്കുന്ന പരിപാടി നോക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തുടക്കത്തിലെ തന്നെ നമുക്ക് പണി അറിയില്ല എന്നുള്ള ജാമ്യം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ മാക്സിമം അടിപൊളിയാക്കാൻ നോക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ക്യാൻവാസ് ഒക്കെ റെഡിയായി. അപ്പോൾ നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പടം എന്ന് വെച്ചാൽ ഈ കാണുന്ന പടം കേട്ടോ. അതായത് ഏകദേശം ഒരു 4 വർഷം മുമ്പ് ഒരു ദിവസം നമ്മുടെ മെസ്സി ഇതേപോലൊരു വേൾഡ് കപ്പ് ഇങ്ങനെ ഒരു മുത്തോട്ടായിരുന്നു ആ പടം. അതായത് ഈ വർഷം നമ്മൾ മുത്തോട്, അത് വേറെ കാര്യം. അപ്പോൾ 2 പടം വരയ്ക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. നമ്മൾ തൽക്കാലം നമ്മുടെ മെസ്സി ആ വേൾഡ് കപ്പിൽ മുത്തോടുന്ന പടമാണ് നമ്മൾ ഈ കേക്കിൻ്റെ ക്യാൻവാസിലേക്ക് നമ്മൾ പകർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് മച്ചാനെ അപ്പോൾ സെറ്റാക്കല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ആദ്യം റഫായിട്ട് നമ്മൾ ഡ്രോ ചെയ്തെടുത്തിട്ട് അതിലേക്കാണ് നമ്മളിനി കളേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മോഡലൊന്ന് ഇവിടെ കോപ്പി ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ പണികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ക്യാൻവാസിലേക്ക് നമ്മൾ നേരെ നമ്മുടെ കയ്യിലുള്ള ചെറിയ പടത്തിനെ കുറച്ച് സ്കെയിലപ്പ് ചെയ്താണ് നമ്മൾ പകർത്തുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കളേഴ്സ് യൂസ് ചെയ്ത് ഔട്ടർ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലുള്ള നൈഫ് വെച്ചിട്ട് നമ്മൾ ഏകദേശം ആ ഒരു ക്യാൻവാസിൽ എത്രത്തോളം വലുപ്പത്തിൽ അത് കവറേജ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ഔട്ടർ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ച് ഏകദേശം വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഒരു സ്ട്രക്ചർ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. മെസ്സിയുടെ തലയും അതുപോലെ തന്നെ വേൾഡ് കപ്പൊക്കെ പിടിച്ച് നിൽക്കുന്ന രീതിയിൽ. ഇതിന് ശേഷമാണ് ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്രീമിലേക്ക് ബ്ലാക്ക് കളർ മിക്സ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലാക്കി അത് വെച്ച് നമ്മളിതിൻ്റെ ഔട്ടർ വരച്ചെടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ സ്കെച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കളറിങ്ങിന് മുമ്പായിട്ടൊരു ഔട്ടർ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ക്രീമിൽ ബ്ലാക്ക് മിക്സ് ചെയ്തെടുത്താണ് പോയത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്ന് വരച്ച് കൊടുക്കാൻ പോവാണേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഔട്ടർ മാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ പൈപ്പിംഗ് ബാക്കിൽ ബ്ലാക്ക് കളർ എടുത്ത് അത് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലാക്ക് വെച്ച് ഔട്ടർ മൊത്തം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി കളേഴ്സൊക്കെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ക്രീമിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഔട്ടർ പരിപാടി ഇതിൽ നമ്മൾ തീർത്തെടുക്കുകയാണേ. ഔട്ടർ മാർക്ക് ചെയ്യുന്ന പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ലൈൻസ് ഇടുമ്പോഴും നമ്മളുടെ ചിത്രം നമുക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തതിൽ ഒരു ചെറിയ മണ്ടത്തരം ചെയ്തു. ഇത്ര ഡാർക്കായിട്ട് നമ്മൾ ഔട്ടർ മാർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡാർക്ക് അതിലേക്ക് പകരാനുള്ള, അതായത് പടർന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓരോ ലൈൻസ് ഇടും തോറും കൃത്യമായിട്ട് നമ്മളുടെ ആ ഒരു മെസ്സി നമ്മുടെ വേൾഡ് കപ്പിൽ ആ മുത്തമിടുന്ന ചിത്രം തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ തന്നെ നമ്മുടെ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബേസിക് ലൈൻസ് ഒക്കെ നമ്മൾ ഔട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കളർ ചെയ്യാനുള്ള പരിപാടികൾ നോക്കാട്ടെ. അപ്പം ഇനി നമ്മുടെ കളർ മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് നമ്മുടെ ക്രീമിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യാൻ പോവാണേ. ഇത് നമ്മൾ ആദ്യം നമ്മുടെ ബ്ലൂ കളറാണ് എടുക്കുന്നത്. നമ്മൾ കുറച്ച് കളർ ഒഴിച്ചിട്ട് ഇനി നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട കളറാക്കി എടുക്കണം ഇനിയെ. അപ്പോൾ നമ്മൾ കളർ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുമേ. ഇനി നമ്മളത് യെല്ലോ ആണ് ചേർക്കുന്നത്. ആദ്യം ചേർക്കുമ്പോൾ ഓറഞ്ച് പോലെ ഉണ്ടെങ്കിലും മിക്സ് ചെയ്ത് വരുമ്പോൾ യെല്ലോ ആയിക്കോളൂ കേട്ടോ. ബ്രൗൺ ആണ്. അങ്ങനെ നമ്മുടെ ബ്രൗണും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കളേഴ്സ് മിക്സ് ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഇത് നല്ല അടിപൊളി പിങ്ക് കളറാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കളർ മിക്സ് ചെയ്ത് എടുക്കും തോറും നമുക്ക് ഇതിൻ്റെ പല വേരിയേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ലൈറ്റ് ആക്കണേ ലൈറ്റ് ആക്കാം, ഡാർക്ക് ആക്കണേ ഡാർക്ക് ആക്കാം, അങ്ങനെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു മനുഷ്യൻ്റെയൊക്കെ കളർ നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന കളറാണിത്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ പച്ചയും കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ട്രോഫിയുടെ കുറച്ച് പോർഷൻ നമുക്ക് ഗ്രീൻ ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ടാട്ടോ. ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് പച്ച മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ പെയിൻറ്റിങ് തുടങ്ങാറായപ്പോഴേക്കും നേരമൊക്കെ ഇരുട്ടി. ഇപ്പോൾ ലൈറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കളർ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കളറാണ്. അതായത് നമ്മുടെ ക്രീമിൽ നമ്മൾ കളർ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ പണി തുടങ്ങാൻ പോവാണ്. പ്രവീണ തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ സ്കിൻ കളറിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ കളർ ചെയ്യാനുള്ളതൊക്കെ നമുക്കിത് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് നമ്മൾ അടിക്കുന്നത് സ്കിൻ കളറിലെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ഇത് കവർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ ബാക്കി ഇതിൻ്റെ ഡാർക്കർ ഷെയ്ഡുകളും അതുപോലെ നമ്മുടെ ഷാഡോ ഏരിയയും ഹൈലൈറ്റ് ഏരിയയൊക്കെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കിയാൽ നമ്മൾ നമ്മുടെ ആ കയ്യിലുള്ള സ്കിൻ ടോൺ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ആ ഒരു ക്രീം കളർ നമ്മൾ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ആ ഒരു കളർ നമ്മൾ ബേസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റിൽ നിന്ന് തുടങ്ങി ഡാർക്ക് വരുന്ന രീതിയിലേക്കാണ് കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാർക്കിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നീട് അത് മര്യാദയ്ക്ക് ലൈറ്റാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ലൈറ്റ് കളർ നമ്മൾ മൊത്തത്തിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലെയിൻ ലുക്കായിരിക്കും. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ
സ്കിൻ കളർ പിടിച്ചിരുന്നിട്ട് തന്നെ ഏകദേശം ഒരു അരമണിക്കൂറോളമായി. നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കര സിമ്പിൾ പരിപാടിയല്ലായിട്ടത്. നമ്മൾ പെയിൻറ് വെച്ച് ബ്രഷ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര പാടാണ്. എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നിട്ട്. അപ്പോൾ ഇത് നമ്മൾ സ്കിന്ന് തന്നെ ഫസ്റ്റ് ബേസ് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇത് കഴിഞ്ഞ് പണികൾ ഇഷ്ടം പോലെയുണ്ട്, ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പ്രവീണേ, മഴയില്ല തന്നെ പെയ്ത് പിടിക്കാ? എൻ്റെ അമ്മേ, സാധനം തോടിക്കോടാ. അയ്യോ, ഞങ്ങളെ മെസ്സിനെ സേഫ് ആക്കട്ടെ കേട്ടാ, നല്ല മഴ വരുന്നുണ്ട്. വെച്ചാലേ പടി പാളിടാ. കറണ്ടും പോയി, ദേ പുറത്ത് നല്ല മഴ. ബസ്സിനെ ഞാൻ ദേ സേഫ് ആക്കി കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇന്ന് കറണ്ട് വരില്ലെന്നൊന്നും അറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പടം മൊത്തം വരച്ച് തീർത്ത് നാളെ കാണിച്ചു തരൂ കേട്ടാ. ഇവിടെ മെസ്സിയുടെ മുഖത്തെ കളർ മാത്രം അടിച്ചു തുടങ്ങിയുള്ളൂടാ. നോക്കാം നമുക്ക് മഴ മാറില്ലെന്ന്. പിന്നെ അതേ കറണ്ട് പോയിട്ട് ഒരു രക്ഷയില്ല, കറണ്ട് വരില്ലെന്ന് അറിയില്ല. എന്ത് മാർക്കറ്റാ. അയ്യോ, അങ്ങനെ കാത്തിരുന്ന് കറണ്ടും വന്നില്ല, മഴയാണെങ്കിട്ട് പോയൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻവാസ് സ്റ്റാൻഡിൽ നിന്ന് ഊരി നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ച് തന്നെ പെയിൻറ് ചെയ്യാൻ വിചാരിച്ചു. സമയം ഏകദേശം വെളുപ്പിന് 2 മണി കേട്ടോ. അപ്പോൾ നമ്മുടെ മറിയാമ്മയാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് വന്നത് നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. അവളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കരച്ചിലായി. അത് കഴിഞ്ഞത് അവളെ ഒന്ന് ഒതുക്കാനായിട്ട് ഞാൻ പോയപ്പോൾ കെട്ടിയോളായി ബാക്കി ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഏകദേശം പുലർച്ചെ ആവുന്നതോടുകൂടി നമ്മുടെ പണികൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മച്ചന്മാരെ, ഇന്നലെ രാത്രി ഇരുന്ന് നമ്മുടെ മെസ്സിയുടെ ബാക്കി ഫേസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തു. ഇനി ട്രോഫി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഉറങ്ങിപ്പോയില്ലേ, ട്രോഫിയോട് ഞാൻ തീർത്ത് വെച്ചേനെ. അപ്പോൾ അതിൻ്റെ പണിയോടി നമുക്ക് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സെറ്റാവും. അപ്പോൾ നമ്മുടെ യെല്ലോ ബേസ് ഷെയ്ഡ് എടുത്ത് നമ്മളിത് ഇവിടെ അടിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ട്രോഫിയുടെ അവസാനഘട്ട പണികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ പണിയും നമ്മൾ തീർത്തിട്ടു ഇന്നലെ രാത്രി ഇരുന്ന്. ഒരു പോളെ കണ്ടടച്ചിട്ടില്ല. പേപ്പറിൽ ബ്രഷ് ചെയ്യുന്ന പോലെ അല്ല, ഇത് ഇച്ചിരി വേറെ രീതിയിലുള്ള പരിപാടിയാണിത്. അങ്ങനെ നമ്മുടെ ട്രോഫി പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യെല്ലോയിൽ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കയറ്റി കൊണ്ടുവന്നാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ട്രോഫി കൂടി വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു പ്ലെയിൻ യെല്ലോ മാത്രമാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മളിതിനെ ഡാർക്കർ ഷെയ്ഡിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാടത്ത് നല്ല വെയിലിങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ലൈൻ നമുക്ക് 2 ഇട്ട് കൊടുക്കണം താഴെയായിട്ട്. അങ്ങനെ ഗ്രീൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷെയ്ഡിങ് പരിപാടികൾ തുടങ്ങാനുള്ള നേരമായി കണ്ടോ നമുക്ക്. അങ്ങനത്തെ നമ്മുടെ കേക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഏകദേശം അവസാന ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിനി ഫിനിഷിങ് ടച്ചുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ നമുക്ക് വേണ്ട ഷെയ്ഡുകളൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്താണ് നമ്മുടെ ആ ഒരു ട്രോഫിയുടെ വർക്ക് കൂടി നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അടിപൊളിയാവുന്നുണ്ടേ. പ്രവീണേ, പണി വാളി തുടങ്ങിയടാ, വെയിലോത്തപ്പാ. മെസ്സിയുടെ തലേന്ന് ഒലിച്ചു തുടങ്ങിയടാ. അയ്യോ. അപ്പോൾ നമ്മുടെ ഷെയ്ഡിങ് പരിപാടി കൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് കേക്കിനെ തണുപ്പിക്കണം കേട്ടോ. മെസ്സിയുടെ തലമുടി ചെറുതായിട്ട് ഒലിച്ചു തുടങ്ങിയാൽ നമ്മൾ സെറ്റിൽ ചെയ്യും. പ്രവീൺ മച്ചാനെ, നമ്മളത് 6 കളറായിട്ട് എടുത്തായിരുന്ന കളർ പാലറ്റാണ്. ഇപ്പോൾ അതേ കളറൊക്കെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഇതിലില്ലാത്ത കളറുകളില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഓരോ ഷെയ്ഡുകൾ നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാണ്ടത് ചെയ്യുന്നത്. അങ്ങനെ അവസാന ഘട്ട ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫോട്ടോ നല്ല രസമായിട്ട് വന്നല്ലേ പ്രവീൺ മച്ചാനെ. നോക്കിയാൽ മെസ്സിയുടെ കയ്യിൽ വേൾഡ് കപ്പ് കാണുമ്പോൾ തന്നെ എന്തൊരു അന്തസ്. ഇനി കുറച്ച് ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രോഫിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ പരിപാടിയും കഴിഞ്ഞ് ഔട്ട് റെഡി ആവുമേ. അപ്പോൾ അതേ കുറച്ച് ഗോൾഡൻ ഗ്ലിറ്റർ പൗഡറാണ്, ഇത് എഡിബിളാണ്. ഇത് നമുക്ക് നമ്മുടെ ട്രോഫിയുമേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മളിതിനെ ഷെയ്ഡ് കറക്റ്റാക്കാനായിട്ട് നല്ല രീതിക്ക് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ മെസ്സിയുടെ കയ്യിൽ കൊടുത്തായിരുന്ന വേൾഡ് കപ്പ് നമ്മുടെ ഗ്ലിറ്റർ ആ ഒരു സ്പ്രേ കൂടി അടിച്ച് വരുമ്പോൾ നല്ല തിളക്കായിട്ട് വരുന്നുണ്ട്. ശരിക്കും ഒരു സ്വർണ്ണ കപ്പ് കയ്യിലിരിക്കുന്ന പോലെ. നമ്മുടെ പാടത്താണെങ്കിൽ വെയിൽ നല്ലോണം കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ക്രീം ഒലിച്ചു പോകുന്നുള്ള പേടിയും സത്യം പറഞ്ഞാൽ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് വെയിലുണ്ടായിരുന്നില്ല, കഴിയാറായപ്പോഴേക്കും വെയിലായി. കഴിഞ്ഞ് വന്നപ്പോൾ പടത്തിനൊരു വല്ലാത്ത ഭംഗിയായി. അപ്പം മച്ചന്മാരെ, ഇനിതേ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കിയില്ലേ, കേക്ക് കട്ട് ചെയ്ത് കഴിക്കണ്ടേ. എന്തായാലും ഇന്ന് വൈകിട്ട് അർജന്റീന കപ്പ് വെക്കും. അതിന് മുമ്പേ നമ്മൾ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് കേക്ക് മുറിക്കാൻ പോകുന്നത് ഞാനല്ല, എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ അർജന്റീന ആരാധകൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ മെസ്സി ആരാധകൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. പുള്ളിയാണ് ഇത് മുറിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ അർജന്റീന ഫാൻ വന്നിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ തന്നെയാണ്, അർജന്റീനയുടെ കട്ട ആരാധകനാണ്. അപ്പോൾ അപ്പച്ചനെ സമ്മാനമായിട്ട് തന്നാണ്ട് കേക്ക് മുറിക്കോ.
താങ്ക് യു. പടം കണ്ടിട്ട് എനിക്ക് മുറിക്കാൻ തോന്നണില്ല, അത്രയ്ക്ക് ഭംഗിയും ഒരു മെസ്സിനെ മുറിക്കണം എന്ന് പറഞ്ഞ ഒരു വലിയ എന്നാൽ വിജയാശംസകൾ, ഈ ട്രോഫി പൊക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യാണ്. മുറിച്ചോ അങ്ങനെ കേക്കും കൂട്ടി എടുത്തോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വൈകിട്ട് കപ്പടിക്കും. ആ കേക്ക് ഇങ്ങോട്ട് കഴിച്ച് അപ്പോൾ അർജന്റീന കപ്പടിക്കാൻ റെഡിയാണ്. ഞങ്ങൾ കേക്ക് കഴിച്ച് ആഘോഷമാണ്. സംഭവം എങ്ങനെയുണ്ട് മൊത്തത്തില്? അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. കപ്പ് പൊക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ റെഡിയാണ്. ഇനി കപ്പ് കൂടി വൈകുന്നേരം ആഘോഷങ്ങൾ, വൈകിട്ട് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ. സംഭവം നോക്കിയാൽ പോനെ ഒരു രക്ഷയില്ല, അടിപൊളി. പ്രവീണേ കേക്ക് കഴിക്കൂ. ഞാൻ പ്ലേറ്റ് എടുത്ത് വെറുതെ പോയാ. പ്രവീൺ പക്ഷേ ബ്രസീൽ ഫാനാണ് കേട്ടാ, അതുകൊണ്ട് ഈ കേക്കൊന്നും ഇഷ്ടപ്പെടാൻ വഴിയില്ല. ഏത് ഫാനാണ്? ബ്രസീലിന്റെ ആളാണെന്നുള്ള പറഞ്ഞായിരുന്നേ. അപ്പൊ എന്തായാലും കേക്കിന്റെ ഒരു സൈഡ് നമ്മള് ചുരണ്ടി എടുത്ത് കഴിച്ചു തുടങ്ങി. അപ്പൊ എന്തായാലും നമ്മള് കപ്പ് പൊക്കും അല്ലേ? കപ്പ് നമ്മൾ തൂക്കും, പൊക്കിയിരിക്കും. നല്ല വെയിൽ വരുന്നുണ്ട്. പരിപാടി എടുത്താൽ നമുക്ക് ബാക്കി കേൾക്കുന്ന വൈകിട്ട് എടുത്ത് കഴിക്കാനുള്ളതാ, അത് ജയിച്ചു കഴിയുമ്പോ. അപ്പൊ മച്ചാന്മാരെ എന്തായാലും നോക്കിയേ, നമ്മൾ ഉണ്ടാക്കിയ കേക്ക് കാണാൻ നല്ല രസമായിട്ട്, സത്യം പറയുന്നത് മുറിക്കാൻ തോന്നൂല കേട്ടോ. അപ്പോൾ അത് എന്തായാലും ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇതുവേണേ നമുക്ക് പാച്ച് ചെയ്ത് വെക്കാം. കേക്കല്ലേ, കഴിച്ചല്ലേ പറ്റൂ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മുറിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പച്ചൻ വന്നിട്ട് അപ്പച്ചനാണെങ്കിൽ മുറിക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് മുറിപ്പിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് മെസ്സിയുടെ മേത്തുനിന്നൊക്കെ ഇങ്ങനെ മുറിക്കുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മെസ്സി കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആവാൻ പോകുന്ന നമ്മുടെ ആ ഒരു ബോക്സ് ക്യാൻവാസ് കേക്കിൻ്റെ എന്താ പറയുക ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള, അതുപോലെ തന്നെ ഇന്ന് വേൾഡ് കപ്പ് അടിക്കാൻ പോകുന്ന അർജന്റീനയ്ക്കുള്ളൊരു ട്രിബ്യൂട്ടോടെയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത്. സംഭവം എന്തായാലും നമ്മൾ നല്ല അടിപൊളി ഒരു കേക്ക് വരച്ചു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് വരച്ചു വന്നപ്പോൾ ഒരു കേക്കിൽ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുന്നത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇനി വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായിക്കാണ്. അപ്പോൾ എന്തായാലും ഈ ക്യാൻവാസിൽ കാണുന്ന ഈ ഒരു കേക്കിനെ എല്ലാ അർജന്റീന ഫാൻസിനും സമർപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മുറിക്കാനായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് എല്ലായിടത്തും മെസ്സി നിൽക്കുന്നത് കാരണം എന്തോ മുറിക്കാൻ തോന്നിയായിരുന്നില്ല. പക്ഷേ കേക്കെല്ലാം ഉണ്ടാക്കി പോയില്ലേ, മുറിച്ചല്ലേ പറ്റുള്ളൂ അവസ്ഥയിലാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.